എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ എപ്പിസോഡ് ഇത്തിരി താമസിച്ചാട്ടോ വന്നേ, അതുകൊണ്ടാണ് റിവ്യൂ താമസിച്ചത്. നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ഏതായാലും ഭയങ്കര വിഷമത്തിലാണ് നന്ദു. കുറേ തവണ വിളിച്ച് നോക്കുന്നുണ്ട്, അനി ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഭയങ്കര വിഷമത്തോടെ വന്ന ആ കേക്കിൽ നിന്ന് ഒരു പീസ് മുറിച്ച് കഴിക്കുന്നു. എന്നിട്ട് അവിടെ നിൽക്കുന്ന ആ ചെറുക്കനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് വേസ്റ്റ് ആക്കണ്ട, നിങ്ങൾ വീട്ടിൽ വേണേൽ കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പം വളരെ കഷ്ടമായി പോയില്ലേ മാഡം എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റൊന്നുമില്ല, പക്ഷേ തെറ്റിദ്ധാരണകൾ ഒരുപാടായിപ്പോയി, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചങ്ങ് പോകുന്നു. സ്കൂട്ടറിൽ പോരുമ്പോഴും ആകെ വിഷമിച്ചാട്ടോ പോരുന്നത്. ഈ സമയം വീട്ടിൽ കനകയും ഗോവിന്ദനും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം 12 മണിയാകുമ്പം 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്താമെന്ന് പറഞ്ഞു, ആ സമയമായിട്ട് എത്തിയിട്ടില്ല. ഇനിയിപ്പം ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് അനിയുടെ കൂടെ കറങ്ങാൻ പോയോ എന്ന് അവർക്ക് സംശയം. ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നന്ദു കയറി വരുന്നത്. അന്നേരം നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞേക്കാനും താമസിച്ചല്ലേ വന്നേ, നീ എവിടെ പോയേക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം, അമ്മ എന്താ ഈ പറയുന്നത്, ഓഫീസിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ അത് തീർത്തിട്ടല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അല്ല എനിക്ക് ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയും. അന്നേരം ദേഷ്യപ്പെട്ട് നന്ദു പറയുന്നുണ്ട്, എൻ്റെ മേലുദ്യോഗസ്ഥന്മാർ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിറന്നാളാണെങ്കിലും ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും എനിക്കത് ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, വിഷുവിന് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണം, അതുപോലെ അമ്പലത്തിലൊക്കെ പോകണം, അതൊക്കെ കഴിഞ്ഞിട്ടേ സദ്യയൊക്കെ കഴിഞ്ഞിട്ടേ സ്റ്റേഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ, അതൊക്കെ നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്തേക്കണം എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ഈ പ്രാവശ്യം വലിയ ആഘോഷത്തിൽ വിഷു ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുടുംബത്തിന് പുറത്താണ് ആദർശേട്ടനും ചേച്ചിയൊക്കെ, അതുകൊണ്ട് അവർക്ക് ആകെ വിഷമമായിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ വിഷു നടക്കില്ല എന്ന് പറയുമ്പം അവർക്ക് അങ്ങോട്ട് പോകാനല്ലേ പറ്റുള്ളൂ, മിക്കവാറും ആദർശമോൻ അവിടെ പോയി മുത്തച്ഛനെ കാണും, അല്ലെങ്കിൽ തന്നെ അവർക്ക് ഇങ്ങോട്ട് വരാമല്ലോ എന്നൊക്കെ പറയുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയില്ല, പക്ഷേ ആ കുഞ്ഞിന് നവ്യയുടെ കൊച്ചിന് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണമെന്നുണ്ട്, ഞാൻ കൊടുത്താൽ അവരത് സ്വീകരിക്കില്ലാത്തതുകൊണ്ട് അമ്മ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, നീ കൊടുത്തു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് അവൾ എറിയും, അത്രയ്ക്ക് ദേഷ്യമാണ് നിന്നോട് അവൾക്ക് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അത് സത്യങ്ങൾ അറിയാത്തത് കൊണ്ടല്ലേ, സത്യങ്ങൾ അറിഞ്ഞായിരുന്നു എങ്കിൽ ചേച്ചി തന്നെ പറഞ്ഞേനെ അവനകത്ത് കയറ്റിയിട്ട് ഇടിച്ചോളാൻ, ആ ഒരു അവസ്ഥ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് നന്ദു അങ്ങ് പോകാൻ തുടങ്ങുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അവിടെ അനി ഇപ്പോൾ MD ആണ്, ഒരുപാട് ചുമതലകളുണ്ട്, നീയായിട്ട് ശല്യം ചെയ്യാൻ ചെന്നേക്കരുത് എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞാൻ ആ വഴിക്കൊന്നും പോകുന്നില്ല, ഇപ്പം ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇതുപോലെ ഇരിക്കുന്നത് ഞാൻ ക്ഷീണിച്ചിട്ടാണ്, രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്, ഇപ്പോൾ 1 മണിയായില്ലേ, ഞാൻ മടുത്തു, അതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് പോകുന്നു. അന്നേരം ഇങ്ങനെ സംശയിച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ കനക. അതിനിടയ്ക്ക് പല രീതിയിൽ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കനക. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, നീ എപ്പോഴും ഇങ്ങനെ സംശയിച്ച് ഓരോന്ന് ചോദിക്കണ്ട, അവൾക്കത് ഇഷ്ടപ്പെടുകയില്ല, ഇപ്പോൾ അവൾ പറഞ്ഞതുപോലെ അവൾക്ക് നല്ല ക്ഷീണമുണ്ട്, നീ പറ്റുമെങ്കിൽ ഒരു ഗ്ലാസ് പാലൂടെ തിളപ്പിച്ച് അവൾക്ക് കൊടുക്ക് കിടക്കുന്നതിന് മുമ്പ് എന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നന്ദു അകത്തേക്ക് കയറി പോകുന്നത്. നന്ദു കഴിച്ചിട്ടില്ല, വിഷമം കാരണം കഴിക്കാൻ പറ്റുന്നില്ല. റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, അവൻ്റെ കൂടെ കഴിക്കാമെന്നാണ് വിചാരിച്ചത്, ഇതിപ്പോൾ അവൻ എന്നോട് പിണങ്ങിയ കാരണം ഞാൻ ഫുഡും കഴിച്ചില്ല, എനിക്ക് വിശപ്പുമില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പം നന്ദുവിൻ്റെ ഒരു മനസാക്ഷി തന്നെ നന്ദുവിനോട് സംസാരിക്കുന്നതായിട്ട് നന്ദുവിന് തോന്നുവാണ്. പ്രണയത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചെറിയ കാര്യങ്ങൾക്ക് ചിലപ്പം പിണക്കം സംഭവിക്കാം, അത് കാലങ്ങളോളം നീണ്ടു നിന്നേക്കാം, മിണ്ടാൻ ഒരുപാട് സമയം എടുത്തേക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്, അത് പതിയെ മാറ്റിയെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് തോന്നുവാണ് നന്ദുവിന്. അത് കഴിഞ്ഞ് നന്ദു പിന്നെയും ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ, അന്നേരവും കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫാണ്. ഈ സമയം അനി ആകെ വിഷമിച്ച് വീട്ടിലിരിപ്പുണ്ട്. അനിയുടെ മനസ്സിൽ ഈ കാര്യങ്ങളാണ് പോകുന്നത്. അനി ഓർക്കുവാണ്, ബർത്ത്ഡേ ആണ് എന്നുള്ള കാര്യം അവൾ ആരോടും പറയുകയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്, പിന്നെ എങ്ങനെ നവീൻ കറക്റ്റ് സമയത്ത് സ്റ്റേഷനിലെത്തി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാണ് അനി. അതുപോലെ നവീൻ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ്, അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം നവീൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇന്നലെ താമസിച്ചത് എന്ന്. അന്നേരം അങ്ങോട്ട് മുത്തശ്ശൻ വരും, എന്താണ് ഇന്നലെ എന്തെങ്കിലും പാർട്ടി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ആ ഒരു ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ ഇന്നലെ 2-3 പിള്ളേരെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ചെന്നായിരുന്നു, ഒരു ചെറിയ പ്രശ്നത്തിൽ അവരകത്തായതാണ്, അവരെ ഇറക്കാൻ വേണ്ടി ചെന്നായിരുന്നു, ആ സമയത്താണ് നന്ദുവിൻ്റെ ബർത്ത്ഡേ ആണ് എന്നറിയുന്നത്, അവിടെ വെച്ച് പോലീസുകാരെല്ലാം കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് കഴിഞ്ഞാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം നവീൻ പറയുന്നുണ്ട്, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു, പോലീസുകാർ ബിരിയാണി വരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ആ പോലീസുകാർ തന്നെ പറയുവാണ്, ഒരു 3 മാസമായിട്ട് യാതൊരു അഴിമതിയില്ല, നല്ല അടിപൊളിയായിട്ടാണ് നന്ദു സ്റ്റേഷൻ
കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ അവളൊരു പുലിയല്ലേ എന്ന് ചോദിക്കും മുത്തശ്ശൻ. അന്നേരം നെവിൻ്റെ അമ്മ പറയുന്നുണ്ട്, അവളൊരു അഹങ്കാരിയാണ്, ആണുങ്ങളെ പോലും ഒരു ബഹുമാനമില്ല, എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന്. അന്നേരം നവീൻ പറയും, പെണ്ണായിട്ട് പോലും പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് പറയുന്ന അമ്മയെപ്പോലെയുള്ള പഴഞ്ചനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുപോലുള്ള പെൺകുട്ടികളെ ഇപ്പോൾ കണ്ടു കിട്ടാൻ പാടാ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നെവിൻ അങ്ങ് പോയി കഴിയുമ്പം അവന്തികയുടെ കാര്യം നമുക്ക് പറയണ്ടേ എന്ന് ചോദിക്കുവാണ് നെവിൻ്റെ അമ്മ. അന്നേരം മുത്തശ്ശൻ പറയും, ഇപ്പം വേണ്ട, അതൊരു സർപ്രൈസായിട്ട് നമുക്ക് അവനോട് പറയാമെന്ന്. ഇനി അവന്തിക ഇങ്ങോട്ട് കിട്ടുമെന്നോർത്ത് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുവാണ് നെവിൻ്റെ അമ്മ. അതുപോലെ അഭിയെ കാണിക്കുന്നുണ്ട്. പിന്നീട് അഭിയും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം AN ജ്വല്ലറി പുതിയ ഡിസൈൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മാളവിക കളക്ഷൻസ് എന്ന് പറഞ്ഞ് നയന വരച്ചു കൊടുത്ത ഡിസൈൻ തന്നെ അവർ ആഭരണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പരസ്യമൊക്കെ TV വരുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയാണ്. ഈ പ്രാവശ്യം AN ജ്വല്ലറി തന്നെ വിഷു തൂക്കും, മൂർത്തീസ് ജ്വല്ലറി വീണ്ടും കൂപ്പ് കുത്തും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് അഭിക്ക്. ഇതെല്ലാം ജലജയോടും പറയുന്നുണ്ട്. അന്നേരം ജലജ പറയും, അങ്ങനെ സംഭവിക്കട്ടെടാ, അങ്ങനെ ആ ജ്വല്ലറി ഉയർന്നു വരുമ്പം നിൻ്റെ ഭാര്യയല്ലേ അവിടുത്തെ മോഡല്, അതിൻ്റെ ബെനിഫിറ്റ് നിനക്കും ഉണ്ടാകും, അവളെയും കൊണ്ട് നിനക്ക് കുറച്ച് കാലം ഇങ്ങനെ അങ്ങ് ജീവിക്കാം എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അവളിതെല്ലാം അറിയുന്നിടം വരെയുള്ളൂ ഈ ആർഭാടമൊക്കെ, അത് കഴിയുമ്പോൾ അവൾ എന്നെ വെട്ടി നുറുക്കും എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, അത് അവൾ അറിഞ്ഞാലും അവൾ വിശ്വസിക്കാതിരിക്കാനുള്ളത് നീ ചെയ്തു വയ്ക്കണം, അവളോട് പറയണം, ഇവിടെയുള്ളവർ ഇപ്പം ചന്തുമോളെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിനുള്ള പല കരുക്കളും ഇവിടെ നീക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവളെ അങ്ങ് വിശ്വസിപ്പിച്ചേക്കണം. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും അവർ പറയുന്നൊന്നും അവൾ ചെവിക്കൊള്ളില്ല എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അവൾ DNA ടെസ്റ്റിന് പോയാൽ എന്ത് ചെയ്യുമെന്ന്. അങ്ങനൊരു സാഹചര്യം നീയായിട്ട് ഉണ്ടാക്കരുത്, പിന്നെ ഇപ്പം നമുക്കൊന്ന് ഒതുങ്ങി നിൽക്കാം, സാഹചര്യം വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ പറയുവാണ്, നീ ഏതായാലും ആ ഡിസൈനിങ് കാണിച്ചേ, ഞാൻ അടുക്കളയിലിരിക്കുന്ന അവൻ്റെ അമ്മയൊന്ന് കൊണ്ട് കാണിക്കട്ടെ, അവരുടെ നെഞ്ച് തകരട്ടെ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അതിനിടയ്ക്ക് അഭി പറയുന്നുണ്ട്, ഒരു കാരണവശാലും മൂർത്തി ജ്വല്ലറി ഈ വിഷുവിന് മുകളിലേക്ക് പൊങ്ങരുത്, കാരണം എന്നെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയവനാണ് ഇപ്പോൾ MD, അവൻ ഈ വിഷുവോടുകൂടി അവിടുന്ന് തെറിക്കണം, അല്ലെങ്കിലേ ആദർശ് തിരിച്ചു വരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി കമ്പനി അങ്ങ് തൂക്കും, പിന്നെ എനിക്ക് അവിടെ ഒരു സ്ഥാനം കാണിയില്ല എന്നൊക്കെ അഭി പറയുന്നുണ്ട്. ഏതായാലും ജലജ ഇതുകൊണ്ട് അടുക്കളയിൽ പോയി കാണിക്കും. അന്നേരം മുത്തശ്ശി അത് കണ്ടിട്ട് പറയുവാണ്, നയനമോൾ വരയ്ക്കുന്ന ഡിസൈൻ പോലെ ഉണ്ടെന്ന്. അന്നേരം നയനമോൾ വരച്ച ഡിസൈൻ അല്ല ഇത്, അതിനേക്കാൾ നല്ല ഗംഭീരമാണ് എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നീ ഇങ്ങനെ പറയുള്ളൂ എന്നെനിക്കറിയാം, ആ സന്തോഷം കാരണം അല്ലേ നീ ഇതിപ്പോൾ ഇങ്ങോട്ട് ചുമന്നുകൊണ്ട് വന്നേ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ലല്ലോ, നിൻ്റെ മരുമോളായിരിക്കുമല്ലോ ഇതിൻ്റെയൊക്കെ മോഡൽ എന്ന് പറയുമ്പം ഞാൻ എന്ത് ചെയ്യാനാ, ഞങ്ങൾ പറഞ്ഞാലൊന്നും അവൾ അനുസരിക്കുകയില്ല, അവളെ കെട്ടിയവന് ജോലിയില്ല എന്ന് അവൾക്കറിയാം, അതുകൊണ്ട് അവളെ തന്നെ ഇഷ്ടമേ കാണിക്കുള്ളൂ എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട്, അവന് ജോലിയില്ലെങ്കിലും അവൻ്റെ അക്കൗണ്ടിലേക്ക് മാസം ശമ്പളം ചെല്ലുന്നുണ്ട് ട്രസ്റ്റിൻ്റെ വക, അതവനെടുക്കാമല്ലോ, അതവൻ ഉപയോഗിക്കാത്തത് ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ, ഉപയോഗിക്കാത്തത് എന്നല്ല, അതിൽ നിന്നും പൈസ എടുത്ത് നവ്യയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാത്തത്. ഇങ്ങനെ പറയുമ്പം ജലജ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ അങ്ങ് ഉപദേശിച്ചാൽ മതി, ഞാനായിട്ട് അവളോടൊന്നും പറയാൻ നിൽക്കുന്നില്ല എന്ന്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, മിക്കവാറും ഈ വിഷുവും AN ജ്വല്ലറി തന്നെ തൂക്കും, അവർ ഈ പ്രാവശ്യം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുവാണ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ MD ആയിട്ട് അവിടെ പോയിരിക്കുന്ന അനിയയുടെ ജോലിയും തെറിക്കുന്ന അവസ്ഥയെ കാണുന്നത്, അങ്ങനെ അനിയും കൂടി അവിടുന്ന് തെറിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ളവർ കമ്പനി ഭരിക്കുന്നത് എല്ലാവരും കൂടി കാണേണ്ടി വരും, അതുകൊണ്ട് അതിനെന്തെങ്കിലും തടയിടാൻ പറ്റുമോ എന്ന് നോക്ക്, ഇനിയിപ്പം നയനെ പോയി കാണുവാണെങ്കിൽ അവളോട് ഇതങ്ങ് പറഞ്ഞേരെ, കുറച്ചൊന്ന് ആക്റ്റീവ് ആവാൻ പറ, അല്ലെങ്കിൽ കമ്പനി വേറുള്ളവരുടെ കയ്യിലിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജലജി അങ്ങ് പോകുമ്പം ആകെ വിഷമമാണ് ദേവേനി പറയുന്നുണ്ട്, അവൾ പറഞ്ഞ പോലെയൊക്കെ സംഭവിക്കും അമ്മ മിക്കവാറും, അതാ ഇപ്പം തോന്നുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കുകയില്ല, നമ്മുടെ കമ്പനി തിരിച്ചു കയറി വരും, പഴയതിനേക്കാൾ ഊർജ്ജസ്വലമായിട്ട്, അവിടെ ആദർശമുണ്ടാവും, ആദർശം തിരിച്ചു വരും MD ആയിട്ട്, അതെനിക്ക് ഉറപ്പാണ്, ഞാൻ പലപ്പോഴും മുത്തശ്ശനോട് സംസാരിക്കാറുണ്ട് എന്നൂടെ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പം ദേവേനിക്കൊരു സംശയത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനിയിപ്പം മുത്തശ്ശി ഇൻഡയറക്റ്റായിട്ട് ദേവയാനിയോട് കാര്യങ്ങൾ പറയുമോ എന്നും അറിയില്ല.